പഴയ ചങ്ങാടം ഇപ്പം മൊത്തം നഷ്ടപ്പെട്ട രീതിയായിരുന്നു. ഇപ്പം പുതിയ മുള കൊണ്ടുവന്ന് പുതിയ ചങ്ങാടം കെട്ടി ഇന്നലെ മെനങ്ങാന്ന് ആ ചങ്ങാടം ഇവിടെ അടുപ്പിച്ചു. ഇപ്പം ഇത് ഞങ്ങൾ അടുപ്പിച്ചിടുമായിരുന്നു. ഞങ്ങൾക്കിനി മെയിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ കുട്ടവഞ്ചി ഉടൻ തന്നെ കുട്ടവഞ്ചി ഇതിലെ വിരി മറ്റ് കാര്യങ്ങളും എത്രയും പെട്ടെന്ന് തന്നെ കിട്ടിയെങ്കിലേ നമുക്ക് ഈ ഓണത്തിരക്കിൽ ഓടാനുള്ള ഇതാകത്തുള്ളൂ. ഇതിപ്പം കുട്ടവഞ്ചിയെല്ലാം ഒരു പരുവായേക്കുന്ന കുട്ടവഞ്ചിയാണ്. അധികൃതരെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. കുട്ടവഞ്ചി ഉടൻ തന്നെ വാങ്ങിത്തരണമെന്ന്, എളുപ്പം എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്തിയെങ്കിലേ നമുക്ക് ഈ ഓണക്കാലം നല്ല തിരക്കായിരിക്കും. അപ്പോൾ കുട്ടവഞ്ചിയും കൂടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങൾ ഓക്കെ ആയേനെ. അതെ അതെ അതെ. മുള നമ്മൾ ഈ കോണ്ടാക്ട് കൊടുത്തിട്ട് ഇവിടുത്തെ സമിതി വനം വകുപ്പും കൂടെ ചേർന്നുകൊണ്ട് ഇത് കോണ്ടാക്ട് ബേസിൽ കൊടുത്തിട്ട് അവരെ കൊണ്ട് ഇത് വെട്ടിച്ച് മറ്റ് തണ്ണിത്തോടിലുള്ള ആൾക്കാരാണ് ഇത് പണിഞ്ഞു തരുന്നത്. വർഷങ്ങൾ കൊണ്ട് ഈ ചങ്ങാടം പണിഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ തന്നെയാണ്. അവർക്കിത് ഉടമ്പടി കൊടുത്ത് ഇത്ര രൂപ എന്ന് പറഞ്ഞ് കൊടുത്ത് അങ്ങനെയാണ് ഈ കുട്ടവഞ്ചി ഇതിപ്പോൾ ഈ മുള വെട്ടിക്കൊണ്ടുവന്നത്. ഇത് എങ്ങാണ്ട് കലഞ്ഞൂരോ കൂടുതലോ എങ്ങാണ്ട് പോയി കൊണ്ടുവന്ന ഈ മുള. ഇത് ഒരു വർഷത്തിൽ കൂടുതൽ നിൽക്കും. നല്ല മുളയാണെങ്കിൽ ഒരു വർഷത്തിൽ കൂടുതൽ നിൽക്കും ഈ ചങ്ങാടം. പിന്നീട് അത് മാറ്റണം. ഇത് നമുക്കൊരു പ്ലാറ്റ്ഫോമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതേ വന്ന ആൾക്കാരെ ഇതേ കയറ്റിയിട്ടാണ് കുട്ടയിലോട്ട് നമ്മൾ കയറ്റുന്നത്. ഇതുണ്ടെങ്കിലേ നമുക്ക് ആൾക്കാരെ കയറ്റാൻ നോക്കാം. വെള്ളം ഉയരുന്നതിനനുസരിച്ച് ഈ ചങ്ങാടമായതുകൊണ്ട് ഇത് ഉയർന്നു കൊടുക്കുകയും ആൾക്കാർക്ക് നല്ല രീതിയിൽ കുട്ടവഞ്ചിയിൽ സഞ്ചരിക്കാനും പറ്റും. അപകടമില്ലാതെ കയറാൻ വേണ്ടിയാണ് നമ്മൾ പ്ലാറ്റ്ഫോമായിട്ട് ഈ ചങ്ങാടം ഉപയോഗിക്കുന്നത്. കുട്ടവഞ്ചി എന്ന് പറയുന്നത് കഷ്ടിച്ച് ഒരു വർഷമേ ഒരു കുട്ടവഞ്ചി നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അത് തിരക്കനുസരിച്ചും മുളയുടെ നൽപ്പതിൽപ്പനുസരിച്ചും കുട്ട എളുപ്പം നഷ്ടപ്പെടും. വെയിൽ കൊണ്ടും മഴയും കൂടെ നനഞ്ഞു കഴിയുമ്പോൾ എളുപ്പം കുട്ടവഞ്ചി നഷ്ടപ്പെടാൻ സാധ്യത കൂടുതൽ, ആൾക്കാർ കൂടുതൽ കയറുകയും ചെയ്യുമ്പോൾ. അപ്പോൾ അത് നല്ല ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ ചിലപ്പോൾ ഒരു മാസം കൂടെ കൂടുതൽ നിൽക്കും. ഇപ്പം തന്നെ ഓണമാകുമ്പോൾ നല്ല തിരക്കാണ്. ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് സാറുമാരെ. ഓണത്തിന് മുമ്പായിട്ട് തന്നെ കുട്ടവഞ്ചി, അത് ഓണത്തിന് നമുക്ക് ഈ കുട്ടവഞ്ചി കിട്ടിയാൽ ഒരു 4-5 ദിവസം കഴിഞ്ഞേ പിന്നെ നമുക്ക് വെള്ളത്തിലിടാൻ പറ്റത്തുള്ളൂ. ഇത് ടാറ് ചെയ്യണം, വെയിലത്ത് വെച്ച് ഉണക്കണം. അങ്ങനെ കുറച്ച് അതിന് അതെ അതെ അന്നേരം ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. ഇല്ലെങ്കിൽ എളുപ്പം ഇത് ടാറ് ഇളയിപ്പോവും. എൻ്റെ പേര് മുരളീധരൻ. ഞാൻ ഇവിടുത്തെ തൊഴിൽക്കാരനാണ്. നമുക്കിവിടെ മുളഞ്ചങ്ങാടം വെച്ചാൽ ആൾക്കാർക്ക് യാത്രക്കാർക്ക് കയറാനുള്ള സൗകര്യപ്രദമായിട്ട് ചങ്ങാടത്തിൽ നിന്നായിരുന്നു കൊട്ടയിലോട്ട് കയറുന്നത്. പക്ഷേ അത് ഇച്ചിരി ശോചനീയാവസ്ഥയായിരുന്നു. അത് ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തുനിന്ന് അനുകൂല നിലപാടുണ്ടായിട്ടുണ്ട്. അപ്പം അതിപ്പം പുതിയതായിട്ട് മുളഞ്ചങ്ങാടം അവിടെ നമുക്ക് നിർമ്മിച്ചുകൊണ്ട് എല്ലാവരും കൂടി അത് കെട്ടി റെഡിയാക്കിയിരിക്കുന്നു. ഇന്ന് മുതൽ അതിൽ തന്നെ യാത്ര ചെയ്യുന്നുണ്ട്. ഇനി കൊട്ടയുടെ കാര്യമാണ്. കൊട്ട ഒരാഴ്ചയ്ക്ക് എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൊട്ടയം അല്പം മോശത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് ഒരാഴ്ചയ്ക്കകത്തായിട്ട് എത്തുമെന്ന് പറഞ്ഞു. കൊട്ടയം വന്ന് അതിനകത്ത് വിരിയും. പിന്നെ ഞങ്ങളുടെ യൂണിയൻ്റെ കാര്യം ഇത്തരം കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ ഓണത്തിനപ്പുറം തന്നെ എല്ലാം റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയും യാത്രക്കാരെത്തിയാൽ മതി. ഓണത്തിനെ വരെ വെക്കാനൊക്കെ ഉണ്ട്. ഞങ്ങളെല്ലാവരും ഇങ്ങനെ സന്നദ്ധമായിരിക്കുകയാണ്. പക്ഷേ എല്ലാ മുൻവർഷങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു ഓണ സംബന്ധമായിട്ട്. പ്രാവശ്യം അതുപോലെ തിരക്കുകളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് അതിനെയൊക്കെ തരണം ചെയ്ത് എല്ലാവരെയും വരുന്നവരെയൊക്കെ വളരെ നിരാശയോടെ വിടാതെ കൊണ്ട് തന്നെ എല്ലാവരെയും കയറ്റിവിടത്തക്ക സംവിധാനങ്ങൾ ഞങ്ങൾ തൊഴിൽക്കാർ വളരെ മാന്യമായും നല്ല രീതിയിൽ തന്നെ എല്ലാവരോടും പെരുമാറുന്നതായിരിക്കും. ലോങ് റൈഡിൻ്റെ കാര്യം നമുക്ക് 3 വർഷത്തിനകത്തായിട്ട് അത് നിർത്തി വെച്ചിരിക്കുകയാണ്. അതെന്താണ് അതിൻ്റെ കാരണങ്ങളെന്ന് വ്യക്തമായി ഡിപ്പാർട്ട്മെൻറ്റോട് ചോദിച്ചെങ്കിൽ മാത്രമേ അറിയത്തുള്ളൂ. ലോങ് റൈഡ് നല്ല വെള്ളം ഉള്ളപ്പോഴേ പോകാൻ പറ്റുള്ളായിരുന്നു. അത് ഏറ്റവും കൂടുതൽ ആൾക്കാരെ പിന്നെ അതിനകത്ത് സന്തോഷം പങ്കെടുത്തൊരു കാര്യമായിരുന്നു. പക്ഷേ ഇപ്പം അത് വരുന്നവരൊക്കെ ഇല്ലേന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ വെള്ളക്കുറവാണെന്ന് പറഞ്ഞൊക്കെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. അത് ഏറ്റവും കൂടുതൽ നല്ലൊരു വരുമാനം ഉണ്ടാകുന്നതാണ്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുപാട് വികസിക്കാനൊക്കെ ഉണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചെങ്കിൽ മാത്രമേ ഒക്കത്തുള്ളൂ. കാരണം വരുന്ന പിന്നെ യാത്രക്കാർ നമ്മളോട് ചോദിക്കുന്ന കൊട്ടവഞ്ചി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി എന്ത് ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് മറുപടിയില്ല. കാരണം അവർ ഒരു ദിവസം ചിലവിടാനെ കൊണ്ടാണ് വരുന്നത്. അപ്പോൾ അവർക്കൊരു ദിവസത്തേക്കുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആ ഗാർഡനിൽ തന്നെ നമുക്ക് ഒരു ഗ്ലാസ് ബ്രിഡ്ജ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റോപ്പ് കാറിൻ്റെ സൗകര്യങ്ങൾ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇവിടെ കുട്ടികൾക്കുള്ള പാർക്കുകൾ ഉണ്ടാക്കാനും അങ്ങനെയൊക്കെയുള്ള, കാരണം വനത്തെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ചെയ്യത്തക്ക സംഭവങ്ങൾ പല കാര്യങ്ങളും ഞങ്ങൾ നേരത്തെ വളരെ നിർദ്ദേശിക്കുന്നുണ്ട്. ഒന്നും ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തൊന്നും ഉണ്ടാകുന്നില്ല. എന്താണ് അതിൻ്റെ കാരണങ്ങളെന്ന് നമുക്ക് കൃത്യമായി അറിയില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളൂടെ ഉണ്ടായി കഴിഞ്ഞെങ്കിൽ ആൾക്കാർ വന്നെങ്കിൽ മാത്രമേ ഞങ്ങൾക്കും അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നുള്ളൂ. ഞങ്ങളെപ്പോലെ സ്ഥിര വരുമാനമുണ്ട് വെച്ചാൽ ഞങ്ങൾക്കെന്ന് പറയുമ്പോൾ 1.5 ദിവസങ്ങളാണ് ജോലി വരുന്നത്. കാരണം ഞങ്ങൾ മൊത്തം 25 പേരുണ്ട്. അതിൽ അവധി ദിവസങ്ങളിൽ മാത്രമേ ഞങ്ങൾ ഈ 25 പേരും തൊഴിൽ നിൽക്കുന്നുള്ളൂ. ബാക്കിയുള്ള തൊഴിൽക്കാരെ അല്ലാതെ 26 ദിവസം ജോലിയുള്ളവരും ഉണ്ട്. അല്ലാത്ത തൊഴിൽക്കാർക്ക് ഇങ്ങനെയാണ്. അപ്പം നമ്മുടെ ആളിൻ്റെ വരവനുസരിച്ച് വർക്കിംഗ് ഡേയിൽ ആൾ കുറവായതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഒന്നരയായിട്ട് നിൽക്കുന്നത്. പക്ഷേ ശമ്പളമൊക്കെ പരിമിതമായ ശമ്പളത്തിലാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിലക്കയറ്റവും കാര്യങ്ങളൊക്കെ വെച്ച് നിത്യസാധനത്തിൻ്റെയൊക്കെ വിലയൊക്കെ അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം അതിന് ശമ്പളങ്ങളോ ഇൻസെൻറ്റീവുകളൊക്കെ കൂട്ടിത്തരാനുള്ള അധികാരിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയാണെങ്കിൽ വളരെ ഉപകാരപ്രദമായിരുന്നു. കാരണം വന്നു കഴിഞ്ഞാൽ വരുമാനങ്ങളും കൂടെ കൂട്ടി ഞങ്ങളെ കഴിയാവുന്ന രീതിയിലൊക്കെ നമ്മൾ എല്ലാ രീതിയിലും വരുമാനം കൂട്ടാനുള്ള രീതികൾ
വരുന്നവർക്കൊക്കെ വീഡിയോ ഫോട്ടോസൊക്കെ എടുത്ത് കൊടുത്ത് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുത്ത് കൊടുക്കണം, അത് കണ്ട ആൾക്കാർ വരട്ടെ എന്നുള്ളൊരു, കാരണം ഫോറിനേഴ്സ് ആയാലും എല്ലാവരും ശരിക്കും ആൾക്കാർ വരുന്നൊരു പ്രദേശമാണ് ഇവിടെ. പക്ഷേ അതിനുള്ള അടിസ്ഥാന സൗകര്യം കൂടെ വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തുനിന്നുണ്ടാകും. എൻ്റെ പേര് രവി.